അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാൽ നിങ്ങളെ കഠിന ശത്രുക്കളായ ആളുകൾ അതേ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം നിങ്ങളുടെ ഉറ്റമിത്രങ്ങളായി മാറുന്നത് കാണാം, നിങ്ങളെ ശത്രുക്കൾ നന്നാകുന്നത് കാണാം. പക്ഷേ അത് എല്ലാവർക്കും കഴിയൂല. ആ സ്വഭാവം പാലിക്കണമെങ്കിൽ വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. അങ്ങേയറ്റത്തെ ക്ഷമയുള്ള, അങ്ങേയറ്റത്തെ ഭാഗ്യമുള്ള, പടച്ചവൻ ഭാഗ്യം കൊടുത്തവർക്കല്ലാതെ ഈ സമീപനത്തിന് സാധ്യമല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഞാൻ SYSന്റെ ഒരു എളിയ പ്രവർത്തകനാണ്. കുട്ടിക്കാലം മുതലേ SSFൽ പ്രവർത്തിച്ചു വന്നവനാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ സംഘടനകൾ ലോകത്തോട് പറയുന്ന ആശയമാണ് പറഞ്ഞത്. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോടുള്ള ഉപദേശമാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോ എത്ര മറക്കണം, കോണം കെട്ടിയാ മതി. പെണ്ണും മുട്ടുമക്കളുടെ ഇടയിൽ മറച്ചാൽ നല്ലതാ. തൊട്ടാ മുറിഞ്ഞൂല, ഇങ്ങനെ മറക്കാണ്ട് പോകുമ്പോ തൊട്ടൂല, കലർന്നല്ലേ. ഇനിയിപ്പോ ഇങ്ങനെ തൊടുമ്പം പുരുഷന്മാർക്ക് വികാരം ഉണ്ടാവൂലേ? അങ്ങ് കുറച്ചൊന്നും വീതം പോയാ കുളിക്കേണ്ടതില്ല. വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ ആ പുരുഷനുണ്ട്, എന്നോട് വിട്ടുവരാ. അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അപ്പൊ അല്പം ബീജം പുറത്തു വന്നാൽ എന്താകണ്ട, കുളിക്കേണ്ടയില്ല. അത് പിന്നെ ഒരു 5-10 ലിറ്റർ ഉണ്ടെങ്കിൽ അത് കാര്യം വിഷമാണ്. അപ്പൊ അത്ര ഒരു 10 ലിറ്റർ ഒന്നും ഇല്ലെങ്കിൽ എന്ത് വേണ്ട, അല്പം ബീജം പുറത്തു വന്നാല് കുളിക്കേണ്ടതില്ല. ബലാൽ പള്ളിയിൽ പോയ പെണ്ണാണ്. ഫോട്ടോ ഇത് മുജാഹിദിന്റെ പുടവ വനിതാ മാസിക. ഇതില് ആരാണത്? ഈ പാദധന്യം കേട്ടോളെ, വെള്ളാറമ്പാറ ഖദീജക്കുട്ടി കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. ഒന്ന് ഖദീജക്കുട്ടി, പിന്നെ ഒന്ന് PK ആമിന. 2 ആളാ ആദ്യമായിട്ട് സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യമായിട്ട് പള്ളിയിൽ പോയ 2 പെണ്ണുങ്ങള്. ഒന്ന് ഖദീജക്കുട്ടി, ഒന്ന് ആമിന. എന്നാ ഖദീജക്കുട്ടി എന്താ പോവാൻ കാരണം ഇതിൽ പറയുന്നുണ്ട്, കേട്ടോളെ. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. എങ്ങനെ? ഖദീജക്കുട്ടി പള്ളിയിലെത്തി എങ്ങനെയാന്നാ പറയുന്നത്? ഖദീജക്കുട്ടി വീട്ടിലിരിക്കുന്ന ഖദീജക്കുട്ടി എങ്ങനെയാ പള്ളിയിലെത്തിയത് എന്നുള്ളത് നിങ്ങളെ പുടവേല് നിങ്ങൾ എഴുതിയതാ, ഞങ്ങളാരും എഴുതിയതാ. എങ്ങനെയാ എത്തിയത് കേട്ടോളി. ഇസ്ലാഹി തറവാട്ടിലെ പ്രമുഖ പണ്ഡിതന്മാർ ഇടയ്ക്കിടെ ഖദീജക്കുട്ടിയെ സന്ദർശിക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ KNM സംസ്ഥാന സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവിയെ അവർ പ്രത്യേകം പേരെടുത്തു പറഞ്ഞു. നമ്മളെ മുജാഹിദ് ബോയ്സ് പറഞ്ഞല്ലോ, കക്ഷം പഠിക്കലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞില്ലേ, അയാൾ ഇടക്കിടക്ക് വരുമ്പോൾ വരരുത് ഖദീജക്കുട്ടിന്റെ അടുത്ത്. എന്നിട്ടോ പേരെടുത്ത് പറഞ്ഞു. ഈ അടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒന്ന് കുശലാന്വേഷണം നടത്തിയിരുന്നു. ഖദീജക്കുട്ടിയോട് കുശലാന്വേഷണം. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ ഇങ്ങനെ കുശലാന്വേഷണം നടത്തിയിട്ട് ഖദീജക്കുട്ടി പറയാ, ഖദീജക്കുട്ടിയോടൊപ്പം ആദ്യഘട്ടത്തിൽ പള്ളിയിൽ പോയിരുന്നവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നിന്റെ മാപ്പന്റെ സ്കൂള്, നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ ഇന്നലെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആരുമോ? ബുഷറൽ കരീമിലുണ്ട്. നിങ്ങൾക്ക് ബുഷറ തന്നെയാ വരുന്നത് കേട്ടോ, ബുഷറ തന്നെയാ വരുന്നത്, കരീമിന്റെ ബുഷറ തന്നെയാ വരുന്നത്. അതിന് ചില അരമുസ്ലിയാമാർക്ക് ഇസ്തിബാബിന്റെ അർത്ഥം അറിയില്ല. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? അസമൂലാരെ വിമർശിക്കുക, അരമൗലിയാരാ മക്ബറയിലെ പൈസ എടുത്തിട്ടാ പറയുന്നത്. ഇതുപോലത്തെ കാക്കമാരാകരുത് ഈ അരമൗലിമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞാൽ ശരിയല്ല. പറയുന്ന മുജാഹിദാണെ തർക്കേടില്ല, അതാ എന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല. വിവരമില്ലാതെ മതം പറഞ്ഞ് നിൽക്കണം.
പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. ഇത്തരം വൃത്തികെട്ടൊരു സാധനം. ഉളുപ്പില്ലേ 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 കൊത്താൻ നടക്കുന്നവർ നിങ്ങളെ വിഡിത്തമല്ലേ, പൊട്ടത്തരമല്ലേ. കിതാബ് പിടിക്കാൻ അറിയോ? എന്നിട്ടല്ലേ കിതാബ് മനസ്സിലാക്കല്? കിതാബ് പിടിക്കാൻ അറിയോ മൗലവിമാർ? എന്താ ഇങ്ങനെ കെസാബായി പോയത്? എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഇബ്ലീസിന്റെ പണിയാണ് പറ്റിക്കണം. നിങ്ങളെ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോടോ. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ് മൗലവി. അതാ ഞാൻ ചോദിച്ചു, എന്തും ബാറ്റിലാക്കിട്ടാ വന്നത്? തലച്ചോറുണ്ടെങ്കിൽ ചിന്തിച്ചോ മൗലവി. കിബിർ, മുനാഫിക്കിന്റെ കിബിർ, വഞ്ചകന്മാരെ പിന്നാലെ കൊണ്ട എന്തൊരു ദജ്ജാല്. പഠിച്ചവനെ മസീഹുദ് ദജ്ജാൽ ഇയാളിങ്ങായിരിക്കും. ജസാഉ സയ്യിഅത്തും സയ്യിഅത്തും മിസ്ലുഹാന്നുണ്ട് ഒരാഴ്ച. അതുകൊണ്ട് തെറിയും മറ്റൊന്നും നമ്മൾ പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ ചില വസ്തുക്കളുണ്ട് ഇവർക്ക്. അതിൽപ്പെട്ട ഒന്നാണ് കദ്ദാബ്, അതിൽപ്പെട്ട ഒന്നാണ് ദജ്ജാല്, അതിൽപ്പെട്ട ഒന്നാണ് ഹുസുബ്. ഹുസുബിനെ കൊണ്ടോന്നതിന്റെ അർത്ഥം നരകഷ്ണം. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല. ഖുർആനിൽ പറഞ്ഞ ചില വസ്തുക്കളുണ്ട്. ആ വസ്തു മാത്രം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല. തെറിയൊന്നും നമ്മൾ പറഞ്ഞില്ല. അത് പിന്നെ അങ്ങനെ നീ പെട്ടെന്നാവൂലല്ലോ. കുറച്ച് കുറച്ചിന് കുടിച്ചോണ്ടിരിക്കുമ്പോ സുഖം. കയ്യും കെട്ടിയിട്ട് മുജാഹിദിന്റെ പരിപാടി വിജയിപ്പിക്കാൻ പോകുന്ന അരമുസ്ലിയാമാരോട് ഞാൻ ചോദിക്കട്ടെ, പൊളിച്ച തെറി ഇതുപോലത്തെ കാക്കാമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. അതുകൊണ്ടാണ് വെറുപ്പ് പിടിച്ചവന് ഒതുവെടുക്കൽ സുന്നത്താ. കാരണം വെറുപ്പ് പിന്നെ ശൈത്താൻ, ചൂടാകുക എന്നുള്ളത് ശൈത്താനിൽ നിന്നുള്ളതാ. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഉടനെ പോയി ഒതുക്കാൻ പറയണം പ്രസംഗിക്കുന്ന മൊയ്യാരോട്. കാരണം ചൂടാകാൻ പാടില്ല. അതുപോലെ സംസാരിക്കുമ്പോ ചൂടാകുന്നവരുണ്ട്. ഒതുവെടുക്കണം, മിണ്ടാതിരുന്നോ. ഒതുവെടുക്കണം, മിണ്ടാതിരുന്നോ. സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞാൽ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കേടില്ല. അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞ തർക്കേടില്ല. വിവരമില്ലാതെ മതം വന്നിക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. ഇനി ഏതെങ്കിലും അരമൗലിയാർ അതിന്റെ അർത്ഥം അങ്ങനല്ല ഒന്നും പറയണ്ട. തഫ്സീറൊന്നും കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് തലശ്ശേരി എന്നൊരു അരമൗലിയാർ കണ്ടു ഞാൻ. മൂപ്പര് മക്ബറയിൽ വരുന്ന നേർച്ച പൈസ എല്ലാം വീസയിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇയാൾ പറയാം അസം മൊയ്യാർ ശരിയില്ല. അങ്ങനെ ഈ കേസ് മൊയ്യാർ കൊണ്ടാ പറയുന്നത്. ഞാൻ അവിടെ ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. ഞാൻ എന്താ അയാൾ കോമോലിംഗ കാണിക്കുന്ന ആയത്ത് കുനൂത്ത് തോന്നുന്നതിന് തെളിവായിട്ട് ഉദ്ധരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കിതാബ് ഓതിയോ? അതാ ജലാലൈനി ഞാൻ ഓതിയിട്ടില്ലേ? ജലാലൈനി ഞാനും ഓതിയിട്ടില്ലേതാ. അപ്പൊ ഇതേ കിതാബ് തഫ്സീറുള്ളൂ. അപ്പൊ അസമൊയ്യാരെ കണ്ടതുപോലെ കാണാത്ത മൗലവി അസമൊയ്യാരെ വിമർശിക്കുക. അരമൊയ്യാരാ മക്ബറയുടെ പൈസ എടുത്തിട്ടാ പറയുന്നത്. അങ്ങനെയുണ്ട് ചിലര്. എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. ചിലര് എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. എല്ലാ ആലിമീങ്ങളും പൊളിച്ച തെറി. ഞാൻ ചോദിച്ചു, അപ്പൊ